ഒരു കുട്ടിയെ കളഞ്ഞിട്ടാണ് പോയത്. 2 മക്കളുണ്ട്. പെൺകുട്ടിയെ കളഞ്ഞിട്ടാണ് പോയത്. ഒരു മോനെയും കൊണ്ട് പോയത്. 4 പേര് പോയെന്ന് പറയുന്നതിന് സൂഷ്മ എന്ന വ്യക്തിയാണ് നമ്മളെ കയ്യിൽ നിന്ന് പൈസയും കൊണ്ട് പോയത്. ബാക്കി ആരെ കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല. സൂഷ്മയുടെ ഹസ്ബൻഡ് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ കൊടുത്താൽ എനിക്ക് മാനക്കേടാണ്, ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നാണ് ആ പുള്ളി നമ്മളടുത്ത് പറഞ്ഞത്. അപ്പോൾ ഏതോ പയ്യൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞല്ലോ, അത് അവരുമായിട്ട് നമ്മൾ അകത്ത് നിന്ന് സംസാരിച്ചു. അപ്പോഴത്തേക്ക് പറയുന്നത് എനിക്ക് പൈസ ഒന്നും അവൾ വാങ്ങിച്ച് തന്നിട്ടില്ല, എനിക്ക് അറിയേണ്ട കാര്യമില്ലെന്നാണ് അയാൾ സംസാരിക്കുന്നത്. എൻ്റെ മകൻ പണയം എടുക്കാനായിട്ട് എൻ്റെ പേരിൽ അയച്ചു തന്ന പൈസയാണ് അവൻ അറിയാതെ ഞാൻ ഇവർക്ക് മറിക്കാൻ കൊടുത്തത്. ഞങ്ങൾ കുറച്ച് മുമ്പ് ഒരു വാർത്ത ചെയ്തിരുന്നു. അതായത് 2 സ്ത്രീകളും അവരുടെ കാമുമാരെയും കൂടി കോഴിക്കോട്ട് നിന്ന് അറസ്റ്റ് ചെയ്തു. 10 ദിവസം വരെ മിസ്സിംഗ് ആയിരുന്നു. അവർ നാട്ടുകാരെ നിന്ന് കാശ് വെട്ടിച്ചാണ് പോയതെന്ന് അവർ ഭർത്താവ് ഞങ്ങളോട് പറഞ്ഞു. ആ കാശ് വെട്ടിച്ച ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അവരുടെ കയ്യിൽ നിന്നാണ് കാശ് തട്ടിക്കൊണ്ട് പോയത്. ചേട്ടാ, നിങ്ങൾ എത്ര കാശ് കൊണ്ടുപോയി? 34,000. എന്ത് പറഞ്ഞു വാങ്ങിച്ചത്? ചിട്ടി ഉണ്ടായിരുന്നു, മാസ ചിട്ടി 50,000 ചിട്ടിയാണ്. 17 ചിട്ടി കെട്ടി. ചിട്ടി അടിക്കാൻ ഉണ്ടായിരുന്നു, അതിന് 34,000 കിട്ടി. 34,000 കെട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്. അവരുടെ അടുത്ത് ചോദിക്കാനായിട്ട് അവരെ കണ്ടില്ല. അവരെ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറയുന്നത് ഞാനും ചിട്ടിയായിട്ട് യാതൊരുവിധ ബന്ധമില്ലെന്നാണ് പറയുന്നത്. അവര് പോലീസ് സ്റ്റേഷനിലുള്ളിലാണ് കോൺടാക്ട് ചെയ്ത് 10 ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. 36,000 രൂപ ചിട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 18 ചിട്ടി നടന്ന് ചിട്ടി പൈസ കിട്ടിയില്ല. അപ്പൊ ചിട്ടി പൈസ ഇല്ല. ആ ചിട്ടി നമ്മൾ പിടിച്ചില്ല. ഞർക്ക് വീണില്ല. അപ്പൊ ഞർക്ക് വീഴുന്ന കഴിഞ്ഞ മാസത്തിൽ ഈവനാണ് വീണത്. പൈസ കൊടുത്തില്ല. 2 പേർക്ക് ഞർക്ക് വീണ 2 പൈസ കൊടുക്കാനുണ്ട്. ഇനി അത് കൊടുത്തില്ല. എല്ലാം കൂടെ ഇനി 8 ചിട്ടി നടക്കാനുണ്ട്. ചിട്ടിക്കാരുണ്ട്, ബാക്കി അടിക്കാനുള്ളത് പൈസ ഒരുപാടുണ്ട്. പിന്നെ എല്ലാരെയും ഇനി ആൾക്കാരുണ്ട്. ഇനി 8 പേരുണ്ട് ഈ മാസ ചിട്ടിയിൽ ചിട്ടി അടിക്കാനുള്ള. പിന്നെ ചിട്ടിയുണ്ട്. ആൾക്കാരെ സ്വർണം മേടിച്ച് പണയം വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും 1 ലക്ഷം 2 ലക്ഷം 50,000 ഈ കണക്കിന്. ഒരു കുട്ടിയെ കളഞ്ഞിട്ടാണ് പോയത്. 2 മക്കളുണ്ട്. പെൺകുട്ടിയെ കളഞ്ഞിട്ടാണ് പോയത്. ഒരു മോനെയും കൊണ്ട് പോയത്. 4 പേര് പോയെന്ന് പറയുന്നതിന് സൂഷ്മ എന്ന വ്യക്തിയാണ് നമ്മളെ കയ്യിൽ നിന്ന് പൈസയും കൊണ്ട് പോയത്. ബാക്കി ആരെ കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല. നിങ്ങളെ കാശൊക്കെ അടിച്ചിട്ട് 3 കറങ്ങാൻ പോയെന്ന് കേട്ടോ, ശരിയാണോ? അറിവേ ഉള്ളൂ നമുക്ക്. പോയായില്ലേന്ന് അറിഞ്ഞൂടാ. ചിട്ടി പൈസ എനിക്ക് എൻ്റെ ചേട്ടനുണ്ട്. എൻ്റെ മൂത്ത ചേട്ടൻ ഞാൻ ഒരുമിച്ച് ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ചിട്ടി തന്നെ 26 പേരാണ്. പോലീസ് സാറ് പറയുന്നത് 8 ലക്ഷം രൂപ അടുപ്പിച്ചുണ്ട്. ഏതായാലും പഴയ സ്റ്റോറി കാണാത്തവർക്ക് ആയി ഞാൻ പറയാം. അത് 2 സ്ത്രീകൾ അവർ ഒരുപാട് പേരെ ചിട്ടിയൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ 8ഓളം പേരെന്ന് പറ്റിച്ചത് നമ്മൾ അറിഞ്ഞത്. സ്വർണ്ണം വാങ്ങിച്ച് മണയം വെച്ച ആൾക്കാരുണ്ട്. സ്വന്തം ഹസ്ബൻഡിനെ വഞ്ചിച്ച് ഒരു 10 വയസ്സുള്ള പെൺകുട്ടിയെ ഒറ്റയ്ക്ക് ആക്കിയിട്ടാണ് അവർ പോയത്. 3 കറങ്ങാൻ പോയി അവരെ കോഴിക്കോട് നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചേട്ടൻ്റെ കാശ് വല്ലതും പോയോ? എൻ്റെ പോയി 70,000 രൂപ. 70,000 അത് കടം വാങ്ങിച്ചതാ. ചെക്ക് അവനോട് ഞാൻ പറഞ്ഞില്ല. പിന്നെ എവളുടെ വീട്ടിൽ ഒരു വൈഷമ്യം പറഞ്ഞ് അവൾ അച്ഛൻ സ്റ്റോക്കാണ്, ആ വസ്തു വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്, അത് ഉടനെ തന്നെ ചെയ്തു തരാം മാമ. അപ്പോൾ നമ്മൾ 4-5 കൊല്ലം കൊണ്ടുള്ള കൊടുക്കൽ വാങ്ങൽ ഇങ്ങനെ പതിവായിരുന്നു. ഇവൻ അറിയിച്ച് ഇത് മാത്രം ഞാൻ അവനോട് പറഞ്ഞില്ല. എവള് വന്ന് സങ്കടം പറഞ്ഞപ്പോൾ 2-3 ദിവസം ഞാൻ ട്രൈ ചെയ്ത് അവസാനം ഞാൻ ഇത് കൊടുത്തുപോയി. എൻ്റെ മകൻ പണയം എടുക്കാനായിട്ട് എൻ്റെ പേരിൽ അയച്ചു തന്ന പൈസയാണ് അവൻ അറിയാതെ ഞാൻ ഇവർക്ക് മറിക്കാൻ കൊടുത്തത്. അത് ചോദിച്ചില്ല. പോയെന്നൊരു ന്യൂസ് കേട്ടപ്പോഴത്തേക്കും ഹസ്ബൻഡിനെ വിളിച്ച് നമ്മൾ സംസാരിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചിട്ട് അണ്ണൻ്റെ അടുത്ത് ചോദിച്ചു, അണ്ണൻ്റെ നമ്പർ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. കൊടുക്കാൻ പറഞ്ഞു. അവസാനം ഇവിടെ വന്നപ്പോഴും അവർ പറയുന്നവർ പൈസ കിട്ടിയാലായി ഇല്ലെങ്കിലായി. എന്നിട്ടും നമ്മൾ വൈകുന്നേരം പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ന്യൂസ് ചാനലിൽ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പോവുകയാണ്, നമുക്കിനി അതേ ഉള്ളൊരു വഴിയെന്ന് പറഞ്ഞു. അപ്പം സൂഷ്മയുടെ ഹസ്ബൻഡ് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ കൊടുത്താൽ എനിക്ക് മാനക്കേടാണ്, ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നാണ് ആ പുള്ളി നമ്മളടുത്ത് പറഞ്ഞത്. അദ്ദേഹത്തിനെയും പറ്റിച്ചിട്ടാണെന്ന് പറയാം. അദ്ദേഹത്തിനോട് വിശ്വസിച്ചാണ് നമ്മൾ ഈ പൈസ കൊടുത്തത്. ചേച്ചി അറിയാവുന്നേ കാട്ടി അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നല്ലോ സംസാരിക്കാൻ, മീഡിയക്ക് മുന്നിൽ പിന്നെ വന്നല്ലോ, അത് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അറിയാവുന്നേ കാട്ടി നമുക്ക് അണ്ണനെയാണ് അറിയാവുന്നത്. അണ്ണനാണ് നാട്ടുകാരൻ. അവനെ വിശ്വസിച്ചാണ് നമുക്ക് അവൾക്ക് ചിട്ടി കൊടുത്തത്. പലപ്പോഴും പൈസ കടയിൽ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് പുള്ളി അവിടെ ഉണ്ടായിരുന്നു. പുള്ളിയുള്ള സമയത്തും പൈസ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ചിട്ടി കെട്ടിയായിരുന്നു, അത് 36 മാസം കെട്ടി തീർന്നിട്ട് ഇത് 2ാമത് മുതൽ ചിട്ടിയാണ്. ചേട്ടാ, ഈ പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് ഞങ്ങളോട് പറഞ്ഞത് ഈ കടയിൽ ഒരു പുതിയ സ്റ്റാഫ് വന്നു, അതിനുശേഷമാണ് ഒരു കമ്പനി ആയി 2 പയ്യന്മാർ വന്നു. ഇവരുടെ കമ്പനി ആയതിനു ശേഷം ഇവർ 4 പേരും ചേർന്നാണ്. ഇവർ 4 പേരും കൂടെ യൂഡിസ്റ്റ് ആയിട്ട് ചേർന്നാണ് ഈ പണം കളക്ട് ചെയ്ത് തുടങ്ങിയത്. 4 പേര് കാര്യം ചെയ്ത് 2 കുട്ടികളും ഉണ്ട്. 2 കുട്ടികൾ ഓരോരുത്തർക്കുണ്ട്. നിന്ന സ്റ്റാഫിനും ഉണ്ട്, ഈ
കടയുടെ ഉടമയ്ക്കുണ്ട്. രണ്ടുപേരും ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് പോയി. ഈ കുട്ടികളെ ഓരോന്നിനെയും കൊണ്ടാ പോയത്. മൊത്തം പറയുന്നത് അങ്ങനെയാണ്. 8 ലക്ഷം രൂപയോളം കടമുണ്ട്. അപ്പൊ അത് അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഈ കടബാധ്യത നീ ആക്കണം. നീ അവളെ അടിച്ചോണ്ട് പോയതല്ലേ, അവൾക്ക് 8 ലക്ഷം രൂപ കടബാധ്യതയുണ്ട്. അത് ഞാൻ എങ്ങനെ തീർക്കും സാറേ? സാറിനോട് ചോദിച്ചു. സാറ് പിന്നെ നിന്റെ ഭാര്യയുടെ കടബാധ്യത ഞാൻ തീർക്കുമെന്ന് സാറ് ചോദിക്കുന്നു. ഇപ്പൊ ഏതോ പയ്യന്റെ കൂടെ പോയെന്ന് പറഞ്ഞല്ലോ, അത് അവരുമായിട്ട് നമ്മൾ അകത്ത് നിന്ന് സംസാരിച്ചു. അപ്പോഴത്തേക്ക് പറയുന്നത് എനിക്ക് പൈസയൊന്നും അവൾ വാങ്ങിച്ചു തന്നിട്ടില്ല, എനിക്ക് അറിയേണ്ട കാര്യമില്ലെന്നാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവരെ 4 പേരെയും ഒരുമിച്ചല്ലേ പോലീസ് അറസ്റ്റ് ചെയ്തത്? ഒരുമിച്ചാണ് അറസ്റ്റ് ചെയ്തെന്ന് കൊണ്ടുവന്നതെന്ന് അറിയുന്നത്. 4 പേരും 2 കുട്ടികളും മൂന്നാറിലാണ് കറങ്ങാൻ പോയെന്നാണ് ഈ കാശെല്ലാം വാങ്ങിച്ച് മൂന്നാറിലിറങ്ങി കറങ്ങാൻ പോയിട്ടുണ്ടോ? നമ്മളെ പൈസ 10-ാം തീയതി പോയതാ. 10-ാം തീയതി പോയിട്ട് ഇപ്പൊ ഇന്നലെ അവിടെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. 10-ാം തീയതി പോയതാ. ഏതായാലും ഒരു വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഈ 2 പേരും 2 സ്ത്രീകളും സ്വന്തം ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് ഓരോ കുട്ടികളെ ഉപേക്ഷിച്ചിട്ടൊക്കെയാണ് പോയത്. ഒരു 3-4 കറങ്ങാനൊക്കെ പോയി. ഈ പാവപ്പെട്ടവരുടെ മാലയും വളയും ചിട്ടിപ്രകാശും എല്ലാം ഇതല്ല. ഇനി ഇതിൽ കൂടുതൽ ആൾക്കാർ സ്റ്റേഷനകത്തുണ്ട്. അതിപ്പോൾ അവർ വീണ്ടും അനുഭവിക്കും ഞങ്ങൾ സംസാരിക്കാനായിട്ട്. ഏതായാലും ഒരു വലിയ സ്കാം നടന്നിരിക്കുന്നു, വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു. ഭർത്താക്കന്മാരെ വഞ്ചിച്ചിട്ടാണ് ഈ സ്ത്രീകൾ പോയിരിക്കുന്നത്. എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള നടപടിക്രമങ്ങളൊക്കെ പോലീസ് തീരുമാനിക്കും. ഇസ്മാൻസിനുവേണ്ടി ക്യാമറ അരുൺ സാഗറിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.